തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാൻ നല്ല വേഗത്തിൽ അവൾക്ക് ചുറ്റും വലയം വെക്കുന്നതായും കിടക്കുന്ന ബെഡ് തൻ്റെ അടിയിലൂടെ ചുറ്റിത്തിരിയുന്നതായും അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ഭീതിയോടെ ചുറ്റും നോക്കി. ആരെയൊക്കെയോ അവളെ നോക്കി എന്തൊക്കെയോ പറയുന്നതായി അവൾക്ക് തോന്നി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായില്ല. പക്ഷെ ഒന്ന് മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്: ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ എങ്ങനെയോ അത് പരാജയപ്പെട്ടു. അതിൻ്റെ ബാക്കി പത്രമാകും ഈ കാണുന്നത്. ദൈവമേ, എന്തിനാ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതായിരുന്നല്ലോ. ദൈവമേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും സിസ്റ്റർമാർ വന്ന് പറഞ്ഞു, വേണ്ട മോളെ, ഇപ്പോൾ എഴുന്നേൽക്കാൻ പറ്റില്ല, തലചുറ്റി വീഴും, ഒന്നുകൂടി ഉറങ്ങിക്കോളൂ, അപ്പോഴേക്കും എല്ലാം ശരിയാകും. മോളൊന്ന് തിരിഞ്ഞു കിടക്ക്, ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ട്. ആ ഇഞ്ചക്ഷൻ വീണ്ടും അവളെ അഗാധമായ ഉറക്കത്തിലേക്ക് നയിച്ചു. കുറേയേറെ നേരം അവൾ ഉറങ്ങി. പിന്നെ എണീറ്റപ്പോൾ ശരീരത്തിന് ഒരു ഉന്മേഷം വന്നതുപോലെ തോന്നി. അപ്പോഴാണ് ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്നത്. ഹലോ കൃഷ്ണപ്രിയ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആർക്ക് കുഴപ്പമില്ല എന്ന്? എനിക്ക്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? അത് പിന്നെ എനിക്ക് പറയാൻ. മോൾക്ക് ഇപ്പോൾ അച്ഛനെയും അമ്മയെയും കാണാമോ? അവർ പുറത്തു നിൽപ്പുണ്ട്. ഇപ്പോൾ വേണ്ട, അവരെ ഫേസ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ചെറിയ മയക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. സിസ്റ്റർ, ഒന്ന് ചെന്ന് പറഞ്ഞോളൂ, പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഡോക്ടർ സൈക്യാട്രിസ്റ്റ് ആണോ? അതെ, ഞാൻ ഇയാളുടെ കാര്യങ്ങൾ പറയാം. മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു വിഷമം വന്നു. അതാരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരാളിൽ നിന്നുമാണ് പ്രശ്നം ഉണ്ടായത് എങ്കിൽ പിന്നെ ആരോട് പറയും? അതായിരുന്നു ഇയാളുടെ പ്രശ്നം അല്ലേ? അതെ ഡോക്ടർ, എനിക്ക് വൈശാഖിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആരായിരുന്നു അവൻ? എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? എല്ലാം പറഞ്ഞോളൂ. പക്ഷേ ഇന്നലെ അവൻ എന്നോട്. എന്താ മോളെ ഇത്? ഇങ്ങനെ കരയാനാണോ? ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത്. എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് മറ്റൊരാളോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ലോകത്ത് പരിഹാരമില്ലാത്ത ഒന്നും തന്നെയില്ല. നീ പഠിച്ചിട്ടില്ലേ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ട്. അതുപോലെ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അതിൻ്റെ പിറകെ ഒരു സന്തോഷവും കൂടി ഉണ്ടാകും. ഈ സമയവും കടന്നു പോകും. മഹാനായ അക്ബർ ചക്രവർത്തിക്ക് വേണ്ടി ബീർബൽ എഴുതിയതാണ് ഈ വാചകം. സന്തോഷം ഉണ്ടാകുമ്പോഴും വിഷമം ഉണ്ടാകുമ്പോഴും ഒരുപോലെ സമാധാനം നൽകുന്ന ഒരു മഹത്തായ സന്ദേശം അദ്ദേഹം ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തു. എന്തായാലും മോള് പറ, മനസ്സും ശരീരവും എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വേണം അച്ഛനെയും അമ്മയെയും കാണാൻ. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, മോള് പറയുന്നത് എന്ത് കാര്യമായാലും ഞാൻ അത് മറ്റാരോടും പറയില്ല. ഈ ഡോക്ടർ തരുന്ന വാക്കാണിത്. മോൾ ധൈര്യമായിട്ട് പറഞ്ഞു. വൈശാഖിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവൻ എൻ്റെ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാകും. പഠിക്കാനും അവൻ മിടുക്കനായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ അവനായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. കോളേജിലെ ലൈബ്രറി ആയിരുന്നു ഞങ്ങളുടെ ലോകം. അവനും ഞാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. എല്ലാ ദിവസവും ഞങ്ങൾ കാണും. ഇനി കണ്ടില്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കും. എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അവനുമായി ഷെയർ ചെയ്യും. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി എനിക്ക് അധികം അടുപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ ലോകം മുഴുവൻ അവനായിരുന്നു. കോളേജിലെ അവസാന പരീക്ഷയും കഴിഞ്ഞാൽ ഇനി അവനെ കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമവും പിരിയാൻ പോകുന്ന വിഷമവും എല്ലാം കൂടി എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അവനോട് ഒരിക്കലും ഞാൻ ഇഷ്ടമാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ അവൻ എങ്ങനെ എടുക്കുമെന്ന് എന്നെ വല്ലാതെ വിഷമത്തിലാക്കി. പിന്നെ എന്നോട് അവന് അങ്ങനെയൊന്നും തോന്നില്ല എങ്കിൽ എൻ്റെ വിഷമം ഇരട്ടിയാകും. എല്ലാം കൂടി എന്നെ വല്ലാതെ തളർത്തി. അവസാന പരീക്ഷയും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, പ്രിയേ, ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ട്രിപ്പ് പോകാം. വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്താം. എൻ്റെ ബൈക്കിൽ പോകാം. അങ്ങനെ ഞാനും അവനും കുറേ ദൂരമുള്ള ഒരു കുന്നിൻ ചെരുവിലെത്തി. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കോളേജ് നിൽക്കുന്ന ടൗൺ മൊത്തം കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലവും എല്ലാം കൂടി എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. പിന്നെ അവനോട് എൻ്റെ പ്രണയം പറയാൻ പറ്റിയ ഒരു സമയവും ഇതാണ് എന്ന് ഞാൻ കരുതി. ഇനി ചിലപ്പോൾ അവനും പ്രണയം പറയാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതും അറിയില്ല. അവൻ മെല്ലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രിയേ, നാളത്തെ സെൻഡ് ഓഫ് കൂടി കഴിയുന്നതോടെ നമ്മൾ പിരിയും. ഇനി നമ്മൾ എങ്ങനെ കാണും, എപ്പോൾ കാണും എന്നൊന്നും അറിയില്ല. എൻ്റെ ഫാദർ എനിക്കും അമ്മയ്ക്കും ഉള്ള വിസ അയച്ചിട്ടുണ്ട്.
2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ UK പോകും. പിന്നെ എപ്പോഴാണ് വരികയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്ത് ശാന്തസുന്ദരമായ സ്ഥലം. ഇവിടെ അടുത്ത് വീടുകളോ മറ്റാളുകളോ ഒന്നുമില്ല. എല്ലാം നമുക്ക് അനുകൂലമാണ്. നമുക്കൊന്ന് സെക്സ് ചെയ്താലോ? ഞാനൊരു അമ്പരപ്പോടെയാണ് അവൻ പറഞ്ഞത് കേട്ടത്. അവനിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം പ്രതീക്ഷിച്ചില്ല. ഞാൻ അവനോട് പറഞ്ഞു, എടോ താൻ എന്താ പറഞ്ഞത്? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിച്ചു? താൻ ഇത്തരക്കാരനാണെന്ന് ഇപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞത്. എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. അതുവരെ മനസ്സിൽ സൂക്ഷിച്ച എൻ്റെ സ്വപ്നം ഒരു ചില്ല് ജാലകം പോലെ തകർന്നു വീണു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പെട്ടെന്ന് അവൻ എന്നെ കടന്നു പിടിച്ചു. എടി പെണ്ണെ, കുറേ കാലമായി ഞാൻ നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതി. ഇപ്പോൾ 2 വർഷം കടന്നുപോയി. ഈ PG ക്ലാസ്സിന് വന്നത് മുതൽ ഞാൻ നിന്നെ നോട്ടം ഇട്ടിരുന്നു. പല അവസരങ്ങളും എന്നിൽ നിന്നും വഴുതിപ്പോയി. ഇന്ന് എൻ്റെ ദിവസമാണ്. നീ കൂടി ഒന്ന് സഹകരിക്കുക, ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഞാൻ അവനോട് കൈകൂപ്പി അപേക്ഷിച്ചു. എന്നെ നശിപ്പിക്കരുത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായായിരുന്നു എന്ന്. എങ്ങനെ എന്നോടിങ്ങനെ? നിനക്കെന്നെ? അവൻ എന്നെ ചീത്ത വിളിച്ചു. ഛി, ഒന്നടങ്ങടി പെണ്ണേ. ഇന്ന് നിന്നെ ഞാൻ സ്വർഗം കാണിക്കും. അവൻ എന്തൊക്കെയോ തോന്നിവാസങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവൻ എന്നെ അവൻ്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അവൻ കാല് വഴുതി താഴെയുള്ള കുളത്തിലേക്ക് വീണു. കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഓടി. അവൻ്റെ വണ്ടി കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കാറ്റഴിച്ചു വിട്ടു. എങ്ങനെയോ എനിക്കപ്പോൾ ധൈര്യം കൈവന്നു. അവൻ കുളത്തിൽ നിന്നും കയറി എൻ്റെ പിറകെ ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ കുറേ ദൂരം ഓടിയെത്തിയിരുന്നു. അവൻ്റെ വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഞാൻ റോഡിലെത്തിയിരുന്നു. അവൻ വണ്ടി സ്റ്റാർട്ടാക്കി ഇറക്കമായതുകൊണ്ടും ഓഫ് റോഡ് ആയതുകൊണ്ടും വണ്ടിയുടെ ടയറിൽ കാറ്റില്ലാത്തതുകൊണ്ടും അവന് വണ്ടി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തുള്ള വലിയ താഴ്ചയിലേക്ക് അവനും വണ്ടിയും വീണു. വീണ ഉടനെ പുകയും തീയും വരുന്നത് കണ്ട് കൂടെ അവൻ്റെ നിലവിളിയും. ഞാൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. പിന്നെ റോഡിലൂടെ ഒരുപാട് ദൂരം ഓടി. കുറേ ദൂരം ഓടി എൻ്റെ കൈയും കാലും വല്ലാതെ കുഴഞ്ഞിരുന്നു. അവിടെ അടുത്ത് ഒരു ബോർഡ് കണ്ടു. ടൗണിലേക്ക് 1 കിലോമീറ്റർ കൂടി പോകണമെന്ന്. ഞാൻ പതിയെ വീണ്ടും നടന്നു. ടൗണിലെത്തിയപ്പോൾ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന ബസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ കയറി ഞാൻ വീട്ടിലെത്തി. നന്നായി ഒന്ന് കുളിച്ചു. എൻ്റെ ബെഡിൽ കിടന്നു കുറേ കരഞ്ഞു. പിന്നെ എൻ്റെ ചിന്ത അവനെക്കുറിച്ചായിരുന്നു. അവൻ മരിച്ചിട്ടുണ്ടാകുമോ? ഇനി ജീവനുണ്ടെങ്കിൽ തന്നെ അവൻ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എല്ലാം കൂടി എന്നെ വല്ലാതെ പേടിപ്പെടുത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരുന്നും കിടന്നും എങ്ങനെയോ നേരം വെളുപ്പിച്ചു. അന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു. മയിലാടുംപാറയിലെ കൊക്കയിലേക്ക് ബൈക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണ മരണമെന്ന്. അവൻ്റെ മരണവും പ്രണയനിരാശയും അവൻ്റെ മരണത്തിന് കാരണം ഞാനാണെന്നും എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനൊരു ഭ്രാന്തിയെപ്പോലെയായി. പിന്നെ മരണം മാത്രമായിരുന്നു എൻ്റെ മുന്നിലെ ഏക വഴി. അങ്ങനെ ഞാൻ ഷാൾ ഫാനിൽ കെട്ടി കുരുക്ക് എൻ്റെ കഴുത്തിലും ചുറ്റി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഡോക്ടർ പറയൂ, ഞാൻ ഒരു കുറ്റവാളിയാണോ? ഞാൻ കാരണമാണോ അവൻ മരിച്ചത്? പ്രിയ, ടെൻഷൻ വേണ്ട. എല്ലാം നമുക്ക് പരിഹരിക്കാം. പിന്നെ താൻ പറഞ്ഞ കഥയിലെ ബാക്കി കൂടി കേട്ടോ. നീ കഴുത്തിൽ കെട്ടിയ ഷാൾ നീ മരണവെപ്രാളം കാണിക്കുന്നതിന് മുൻപ് കീറി നീ താഴെ വീണു. നീ വെപ്രാളത്തിനിടയിൽ വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന അമ്മ നിന്നെ കാണുകയും ബഹളം വെക്കുകയും ചെയ്തു. നിന്റെ വീട്ടിൽ അച്ഛനുണ്ടായതുകൊണ്ടും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതും നിന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റി. ഇതാണ് പിന്നെ സംഭവിച്ചത്. പിന്നെ അടുത്ത കാര്യം, ഈ വാർത്ത ഞാനും പേപ്പറിൽ വായിച്ചതാണ്. അവനെക്കുറിച്ച് ബാക്കി കൂടി ഉണ്ടായിരുന്നല്ലോ വാർത്ത. അത് പ്രിയ വായിച്ചില്ല അല്ലേ? ഇല്ല. അവൻ മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കോ അടിമയാണ്. അത് കാരണം കൂടുതൽ അന്വേഷണം വേണ്ടി വന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ തന്നെയാണ്. അവനാണ് എന്നോട് പറഞ്ഞത് അവൻ്റെ ശരീരത്തിൽ വലിയ അളവിൽ കെമിക്കൽ കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനർത്ഥം അവൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്നാണ്. നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. അതിൻ്റെ അമിത ഉപയോഗം കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറിലായി. അങ്ങനെയാണ് അവൻ മരിക്കാൻ കാരണം. പിന്നെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസാകുമ്പോൾ അവർക്ക് അവരുടേതായ രീതി ഉണ്ടാകും. അവൻ തനിച്ചാണോ അവിടേക്ക് പോയത്? അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? അവൻ എന്തിനാണ് അവിടേക്ക് പോയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. അതിൻ്റെ അന്വേഷണ ചുമതല എൻ്റെ അനിയനാണ്. അവനിവിടെ ടൗൺ CI ആണ്. ഞാൻ അവനോട്
കാര്യങ്ങളൊക്കെ പറയാം. ഒരിക്കലും മോളുടെ അടുത്തേക്ക് ഈ കേസ് വരില്ല. പിന്നെ നീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് നിന്റെ അച്ഛൻ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ കഴുത്തിൽ ഊഞ്ഞാൽ കുരുങ്ങി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മോൾ അതിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. എല്ലാം ശുഭമായി തന്നെ കഴിഞ്ഞു. തെറ്റ് ചെയ്യുന്നവർ ഈ ഭൂമിക്ക് എന്നും ഭാരമായിരിക്കും. അപ്പോൾ ഭാരം കുറയ്ക്കാൻ ദൈവം തീരുമാനിക്കും. ഇപ്പോൾ അങ്ങനെ കരുതിയാൽ മതി. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ കണ്ടാൽ മതി. ഇപ്പോൾ കണ്ടോ പ്രിയേ, നിന്റെ മുഖത്ത് ഒരു പ്രത്യേക ചിരി. എല്ലാം നിന്നിൽ നിന്നും അകന്നു പോയി. ഇനി വെളിച്ചം മാത്രം. അന്ധകാരത്തിൻ്റെ ഇരുട്ട് എങ്ങോ പോയി മറഞ്ഞു. ഇനി മോള് ധൈര്യമായി അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോയിക്കോളൂ. പിന്നെ അവർ ഒരിക്കലും നിന്നോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കില്ല. അവർ നിന്നെ പ്രതീക്ഷിച്ച് പുറത്തുണ്ട്. അവൾ പതിയെ നടന്നു. എന്തോ മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരം ഇറക്കി വെച്ച സുഖം അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ആശുപത്രി വരാന്തയിലൂടെ ഒഴുകി വന്ന ഇളം കാറ്റ് അവളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.